ആരാ മനസ്സിലായില്ല? ഞാൻ കൃഷ്ണൻകുട്ടിയുടെ അച്ഛൻ. ഓ അത് ശരി. അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. വെള്ളി ശനിയും അദ്ദേഹം അങ്ങ് ആയിൽ ഫാക്ടറിയില്ല. കൃഷ്ണൻകുട്ടി എന്നെ അച്ഛൻ വന്നിരിക്കും. അല്ല, നീ പത്രാഫീസിൽ ജോലി ചെയ്യുന്നതാണല്ലോ ഞാൻ കേട്ടത്. എല്ലാം ഉണ്ട്. ഈ ഓയിൽ മില്ല് വരുടെ തന്നെയാ. നീ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ മറക്കാനാവില്ലല്ലോ. ഏതായാലും പൽപ്പിനെ അവനുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ആ വിഷമമില്ല. ഗോപനാണെങ്കിൽ ഏതോ പണി ശരിയാക്കി മറ്റേ അസുഖം പോകും. അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയപ്പോഴാ നിന്റെ കുറവ് വീട്ടിൽ തോന്നി തുടങ്ങി. കായംകുളത്തിലുള്ള ടിന്നുകൾ ഇപ്പൊ തന്നെ അയക്കണോ? അത് രാത്രി പോകുന്ന വാനിൽ കയറ്റി വെച്ചാൽ മതിയോ? രാത്രി വാനിൽ വെച്ചാൽ മതി. ഓ ശരി. ഓ മണി ഒന്നായില്ലോടാ. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചതുമില്ല. വാ നമുക്ക് പുറത്തു പോയെല്ലാം കഴിക്കാം. ഞാനിപ്പോ വരാം. അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ പ്രതീക്ഷിച്ചതല്ല. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്നു. മാസം ആകെ കിട്ടുന്ന 100 രൂപയാണ്. ഉച്ചയ്ക്ക് പച്ചറോട്ടയും കഴിച്ചാ മനുഷ്യൻ ഇവിടെ കഴിയുന്നു. അച്ഛനെ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗോപി, ഞാനൊന്ന് പുറത്ത് വിട്ടു. നന്നായി. അച്ഛൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് നേരം നിന്ന്. ഇന്നലെ തലയിറങ്ങി വീണപ്പോ പോലെ ഞാൻ പറയുന്നതാ ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് വാരത്തിനൊന്ന്. ഇന്നും മിക്കവാറും തലയിറങ്ങി വീഴും. വിശന്നിട്ടല്ല, കച്ചവടക്കാരന്റെ മോന്ത കാണുമ്പോ. 1.70. എന്താ വേണ്ടേ? ഒരു ഊണ് വേണം. നിനക്കോ? എനിക്കൊന്നും വേണ്ട. ഞാൻ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ചായ കുടിച്ചോളാം. ഒരു ചായ. സ്പെഷ്യൽ എന്താ വേണ്ടേ? ഒന്നും വേണമെന്നില്ല. എന്താ ഉള്ളത്? ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, ഫിഷ് ഫ്രൈ. ഇവിടുത്തെ ചിക്കനൊക്കെ പഴയതായിരിക്കും. ഓ വീട്ടിൽ പിന്നെ പുതിയല്ല കഴിക്കുന്നത്. ഒരു ചിക്കൻ ഫ്രൈ. ഒരു ചിക്കൻ ഫ്രൈ. ഒന്നോർത്താൽ നീ അവിടെ വിട്ട് നന്നായി. നിന്റെ ഫോട്ടോ സ്റ്റുഡിയോക്കാരൻ പിന്നെയും കുറെ തവണ വന്നിരുന്നു. അപ്പോഴല്ലേ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അവന്റെ സ്റ്റുഡിയോയും പൂട്ടി. ബാങ്കുകാരാ കേസ് കൊടുത്തത്. ഇപ്പൊ കാണാനേ ഇല്ല. പിന്നെ കോഴി വറുത്തം ഉണ്ടെങ്കിൽ ആഴ്ച ഒരിക്കൽ നല്ലതാ. നീ ഉച്ചയ്ക്ക് പച്ചറൊട്ടി മാത്രം കഴിക്കാതെ വല്ല ചിക്കനും വാങ്ങിച്ചു കഴിക്ക്. ഇപ്പൊ കഴിക്കുന്നത് ദേഹത്ത് കാണത്തുള്ളൂ. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, വയറിന് സൂലാഞ്ഞിട്ടാ. വേണ്ട, മതി മതി. വാ വാ. ഓ ഊണൊരു സുഖമായില്ല. അത് പറ്റായത് കൊണ്ടാ. പറ്റി നിരത്താ കഴിച്ചുകൊണ്ട് നന്നാവോ? ഫാദറാ. സാറേ, ഭാര്യ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ഉടനെ തീർത്തോളാം. നീ ഇനി എന്നാ അങ്ങോട്ട്? 2 മാസം ഓവർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് നോക്കിയാൽ മതി. എന്നാ അച്ഛൻ കൂടി ചെല്ലേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഏടാ പണമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. വണ്ടിക്കൂലി എങ്കിലും താടാ. ഇനി 50 പൈസ ഉണ്ടെങ്കിലേ വണ്ടിയെ കയറ്റത്തുള്ളൂ. അമ്മയോട് എന്തെങ്കിലും പറയണോ? വേണ്ട വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഈ പോക്ക് ശരിയാവൂല. ഇന്ന് തീയതി എത്രയായി? നാളെ എങ്ങനെങ്കിലും ഞാൻ ഏർപ്പാടാക്കാം. അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ആൾക്കാർ വേറെ ഇറങ്ങി നടക്കും. മുറി ഉണ്ടോന്നും ചോദിച്ചു. ഞാൻ അന്നേ പറഞ്ഞല്ലോ, 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം. നാളെ ഒരു കാരണവശാലും ഞാൻ വാക്ക് മാറില്ല. ആദ്യം വന്ന് താക്കോല് വാങ്ങിക്കുമ്പോ എന്താ ഒരു കുറവ്. ഒരക്ഷരം ഉണ്ടാനൊക്കത്തില്ല. എല്ലാം വന്ന് കുറ്റി അടിച്ച പോലെ നിൽക്കും. ഞാൻ സാറിനെ കാത്ത് 2 മണിക്കൂറാ നിൽക്കുക. എന്താ വിശേഷം? ഓണം വിശേഷൽ പ്രതിയിലേക്കുള്ള കുറെ മാറ്ററും പരസ്യത്തിന് നടക്കുമാ. നാളെ രാവിലെ പ്രസിൽ കൊണ്ടുപോകേണ്ടതാ. അവിടെ ആണെങ്കിൽ 3 പേര് ലീവില്ല. മാനേജർ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു മനുഷ്യനെ ഗതികേടിന്റെ പേരിൽ ഇങ്ങോട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ല. പറയുമ്പം വലിയ വാരികയുടെ മേൽലാസമാണ്. മറ്റിടക്കാരന്റെയും വാടകക്കാരന്റെയും തെറിയേക്കാനേ നേരമുള്ളൂ. 100 രൂപ കൊണ്ട് മാസം സമൃദ്ധിയായേക്കാനെ ഉത്തരവിട്ടിരിക്കല്ലേ.
പെറ്റ തള്ളയ്ക്ക് പോലും മാസം 5 രൂപ കൊടുക്കാൻ കഴിയാത്ത ഗതികേടാടോ എനിക്ക്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിക്കറിയാമോ, ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. പിന്നെ അവക്ക് വേണ്ടി എനിക്ക് ഇതുവരെ ചെലവായിട്ടുള്ള പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയണ്ട. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നൊരു കാര്യം, അവക്ക് മാന്യമായ ഒരു ജോലി ബോംബെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തോണം. അതാണ് നമ്മൾ തമ്മിലുള്ള കരാറ്. മുത്തുലക്ഷ്മി 3-ാം നമ്പറിന്റെ വാടക വാങ്ങിച്ചു. ഇല്ലെങ്കിൽ മാറാൻ പറ, വേറെ ആളുണ്ട്. ഏതായാലും ബുക്കിംഗ് ആയി. ഇനി മുയലിനെ ഇവിടുന്ന് കടത്തണം. വർഗീസ് എന്നെ അതിന് സഹായിക്കണം. ഞാൻ സഹായിക്കണോ? ആഹാ, മുത്തു ഉറങ്ങിയില്ലേ? എത്ര ആഗ്രഹിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്കൊരു കൂട്ടായി. കണ്ടില്ലേ, എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ, മുത്തു ഇപ്പൊ വന്നത് എന്റെ ഭാഗ്യം. എനിക്കിന്നൊരു അബദ്ധം പറ്റി. എന്താ? ഞാനിന്ന് വൈകിട്ട് 8 മണിയായപ്പോഴേ പോയി ആഹാരം കഴിച്ചു. പതിവില്ലാതെ 3-4 പൊറോട്ടയും ഒരു ചിക്കനും. അതുകൊണ്ടെന്താ കുഴപ്പം? വയറ്റിന് വല്ല അസുഖമുണ്ടോ? അതല്ല, നാളെ എന്റെ അപ്പൂപ്പന്റെ ശ്രാദ്ധമാണ്. ഞങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. ബലിയിടുന്നതിന്റെ തലേ ദിവസത്തെ അവസാനത്തെ അരി ആഹാരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇരന്ന് കഴിക്കണമെന്ന്. ഇനിയിപ്പോ ഈ പാതിരാത്രിക്ക് എവിടെ പോയി ഇരന്ന് കഴിക്കാനാ? ബലി മുടങ്ങാനും പാടില്ല. കാരണവന്മാര് കോപിക്കും. അതുകൊണ്ട് മുത്തുലക്ഷ്മി, ഒരു 2 സ്പൂൺ ചോറ്, എരിവും പുളിയൊന്നും അധികം ഇല്ലെങ്കിൽ 1-2 കറികളാവാം. അച്ചാറ് വേണം നിർബന്ധം. പിന്നെ മതി. പ്രയാസാവൂ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആ പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ എങ്ങനെ കൊണ്ടുപോകും? അതിനൊക്കെ ഞാൻ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. വരുന്ന 18-ാം തീയതി അമ്മൻകോവിലിലെ ഉത്സവമാണ്. അന്ന് രാത്രിയിൽ ഈ ഗ്രാമം മുഴുവൻ അതിൽ മുങ്ങും, മതിമറക്കും. അന്ന് ഞാൻ കടത്തും. പതുക്കെ പറ, ചുവരനും കാത് കേൾക്കും. നമ്മൾ സൂക്ഷിക്കണം. വായിക്ക് വിരോധമില്ലെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ ഞാനായിക്കോട്ടെ. എത്ര തരും? എത്ര വേണമെങ്കിലും. അയ്യോ, എന്തിനാ ഇത്രയും ചോറ്? ഞാൻ 2 സ്പൂണാ പറഞ്ഞത്. ഇത് ഞങ്ങൾ ഈ മലയാള ഇടയിലുള്ള വെറും ഒരു ചടങ്ങ് മാത്രമാണ്. ഞാൻ നേരത്തെ ആഹാരം കഴിച്ചതാ. അത് സാരമില്ല, ആവശ്യത്തിനെടുത്താൽ മതി. അയ്യോ, അതല്ല, ആഹാരം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് ഇത്രയും കഴിച്ച് തീർക്കാനും പറ്റില്ല. ഞാൻ ആ വൈകിട്ട് അറിയാതെ ചിക്കനും പൊറോട്ടയും കഴിച്ചു പോയതാ. 2 സ്പൂൺ കഴിച്ചിട്ട് ബാക്കി അപ്പൂപ്പന് കൊടുത്തേര്. അയ്യോ അയ്യോ, പണക്കം.